ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹീറോൻ്റെ പ്ലഷർ വണ്ടി ജനറൽ സർവീസായിട്ട് നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്ക് ബ്രേക്കൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ നമുക്ക് അത്യാവശ്യം ഒരുവിധം ഉപയോഗിച്ച് തീർന്നിട്ടുണ്ട്. അതേപോലെ ലൈനർ മാത്രമല്ല, ഇതെൻ്റെ ബ്രേക്ക് ലൈനറാണ്. അത് കൂടാതെ കൊണ്ട് അതിൻ്റെ കേബിളിനും കംപ്ലയിൻ്റ് ഉണ്ട്. കാരണം വെച്ചാൽ കേബിള് ബ്രേക്ക് പിടിക്കുമ്പോൾ നമുക്ക് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യണം. ആ മൂവ് ചെയ്യാനായിട്ടുള്ള സ്പേസ് ഇവിടെ ഇല്ലാത്ത കണ്ടീഷൻ വന്നിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഈ ഔട്ടർ കേബിൾ വലിഞ്ഞേക്കാണ്. ഇന്നർ കേബിളിന് ലെങ്ത്ത് വരില്ല. ഔട്ടർ കേബിൾ ഇങ്ങനെ സ്പ്രിങ് ടൈപ്പ് പോലത്തെയാണ്. അപ്പോൾ അതിങ്ങനെ വലിഞ്ഞ് വന്നേക്കുന്നതുകൊണ്ടാണ് ആ പ്രോബ്ലം വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ ബ്രേക്ക് നമുക്ക് സ്മൂത്ത് ആവണമെന്നുണ്ടെങ്കിൽ ബ്രേക്ക് ലൈനർ ചേഞ്ച് ചെയ്ത് തരണം. ബ്രേക്കിൻ്റെ കേബിൾ, അതായത് ഈ കേബിൾ മാറ്റിയിടണം. അതേപോലെ തന്നെ ഫ്രണ്ടിലേക്ക് വരുന്ന ഈ ഒരു കേബിളിനും സെയിം പ്രോബ്ലം കാണിച്ചിട്ടുണ്ട്. അത് രണ്ടും നമുക്ക് ഈ ബാക്കിലത്തെ ഈ ലിവറുമേ കണക്ട് ചെയ്തേക്കുന്ന കേബിളുകളാണ്. അതുകൊണ്ടാണ് ആ ബ്രേക്ക് ഒരു കല്ലപ്പം പോലെ, ശരിയൊരു കല്ലം ബ്രേക്ക് പോലെ നിൽക്കുന്നത്. അപ്പോൾ ആ രണ്ട് കേബിൾ മാറ്റിയിട്ട് ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗം പക്കയായിട്ട് പൊക്കോളും. ബ്രേക്കിൻ്റെ കേസ് ഓക്കെ ആയിക്കോളൂ കേട്ടോ. പിന്നെ അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് നോക്കണുണ്ട്. നമുക്ക് ശരിക്കും എയർ ഫിൽറ്റർ ചേഞ്ച് ചെയ്യേണ്ട ടൈം ആയിട്ടുണ്ട്. ശരിക്കും ഇതിൻ്റെ കളർ ശരിക്കും യെല്ലോ കളറാണ്. അത് ശരിക്കും പൊടി കയറിയിട്ട് ഈ ഒരു അവസ്ഥയിലേക്ക് വന്നേക്കണതാണ്. സാധാരണ രീതിയിൽ നമുക്കൊരു 10,000 കിലോമീറ്ററൊക്കെയാണ് സാധാരണ എയർ ഫിൽറ്റർ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇപ്പോൾ നമ്മൾ മാറ്റിയാൽ പോലും അടുത്ത 10,000 കിലോമീറ്ററിൽ അത് ചേഞ്ച് ചെയ്തിടണം. അതിനിടയിൽ നമ്മൾ സർവീസ് ചെയ്യുമ്പോൾ അത് പേപ്പർ ടൈപ്പ് ഫിൽറ്റർ ആയതുകൊണ്ട് തന്നെ നമുക്ക് എയർ അടിച്ച് ക്ലീൻ ചെയ്ത് ഇടാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടാലും നെക്സ്റ്റ് അടുത്ത ഒരു 10,000 കിലോമീറ്ററിൽ വീണ്ടും നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ടതാണ്. അത് ശരിക്കും അതിൻ്റെ ലൈഫ് അതാണ് അതിൻ്റെ പ്രോസസ്സ്. ആ ചെയ്യേണ്ട ഒരു ടൈം അതാണ് കേട്ടോ. പിന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചു നോക്കണുണ്ട്. അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കേണ്ടതായിട്ടുണ്ട്. വേരിയേറ്റർ ബോഡിയും കാര്യങ്ങളൊക്കെ അതിന് വേണ്ടിയിട്ട് അഴിച്ചതാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ബെൽറ്റ് നോക്കുമ്പോൾ കമ്പനി ബെൽറ്റ് തന്നെയാണ് കിടക്കുന്നത്. അതിന്മേ ചെറിയൊരു പൊട്ടലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അതിന് വേണ്ടിയിട്ട് ഇപ്പം നമുക്ക് അഴിച്ച് മാറ്റേണ്ട ആവശ്യമില്ല. തൽക്കാലം നമുക്ക് അത്യാവശ്യം ഓടിക്കോളും. ചെറിയൊരു ക്രാക്കാണ് തുടങ്ങിയേക്കണമെങ്കിൽ കൂടി നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാൻ കിട്ടും. പരമാവധി ഉപയോഗിച്ചതിന് ശേഷം അത് മാറ്റിയാൽ മതി. കാരണം നമ്മൾ ഓരോ സർവീസും പീരിയോഡിക് സർവീസിലും നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യും. കൂടുതൽ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ അത് അഴിക്കുന്ന സമയത്ത് കംപ്ലയിൻറ്റ് കാണുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് മാറ്റി കളഞ്ഞാൽ മതി. ഇപ്പോൾ തൽക്കാലം അത് അങ്ങനെ തന്നെ നമുക്ക് ഓടിക്കാം. ഇതെൻ്റെ ബെൻഡെക്സ് യൂണിറ്റ് പിനിയൻ സ്റ്റാർട്ടർ എന്ന് പറയും. അത് വർക്കിംഗ് ചെക്ക് ചെയ്യുമ്പോൾ ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. വേരിയേറ്റർ ബോഡി, റോളർ, ബോസ് ഡ്രൈവ്, അത് ഓട്ടോ ക്ലച്ച്, CVT ക്ലച്ചിൻ്റെ മെയിൻ ഒരു പാർട്ടുകളിലൊന്നാണ് ഇതും. ഈ ബാക്കിൽ വന്ന പുള്ളി വർക്ക് ചെയ്യുന്ന ഭാഗം, ബെൽറ്റ് വർക്ക് ചെയ്യുന്ന ഭാഗം. അപ്പോൾ നമുക്കത് അഴിച്ച് നോക്കുമ്പോൾ ഇതിനൊക്കെ വേറെ പറയത്തക്ക തേയ്മാനം എന്ന് പറയാനായിട്ടില്ല. മൈന്യൂട്ടായിട്ട് നമ്മുടെ ഉപയോഗം അനുസരിച്ച് നോക്കുമ്പോൾ ആ ഒരു തേയ്മാനം കാണുന്നുണ്ട് അതും. പിന്നെ ബാക്കിൽ വന്ന ക്ലച്ച് യൂണിറ്റ്, അത് ശരിക്കും പറഞ്ഞ് ഇതേപോലെ ഒറ്റ യൂണിറ്റ് പോലെ വന്നതാണ്. അതിൻ്റെ ഉള്ളിലാണ് ബെൽറ്റ് വർക്ക് ചെയ്യുക. അപ്പോൾ അത് നമുക്ക് അത്യാവശ്യമായിട്ട് തുരുമ്പിൻ്റെ പ്രസൻസ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കൈയോടെ അഴിച്ച് അതിൻ്റെ ഈ ചെറിയ പിന്നുകൾ, റോളർ പിന്ന് ഐറ്റംസൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ഈ വീലുകൾക്ക് യാതൊരു തേയ്മാനം ഉണ്ടാവില്ല. കറക്റ്റായിട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ പരമാവധി നമുക്ക് ഉപയോഗിക്കാനായിട്ട് കിട്ടും. മാക്സിമം അതിൻ്റെ എൻ്റെ വരെ ഉപയോഗിക്കാൻ കിട്ടും. അപ്പോൾ എന്ന് വെച്ചാൽ ഇപ്പോൾ തൽക്കാലം നമുക്ക് ആ പിന്നും റോളറും മാറ്റി ഒന്ന് ഗ്രീസ് ചെയ്താൽ മതി. അതിൻ്റെ അത് ഇവിടെ വന്ന ഈ ഓയിൽ സീലും അതിൻ്റെ ഓറിങ് അത്രയായിട്ടാണ് നമുക്ക് ഉണ്ട്. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 200 രൂപ താഴെയാണ് അത്രയും റിപ്പയറിങ്ങിനായിട്ട് നമുക്ക് കോസ്റ്റ് വരുള്ളൂ. അതൊന്ന് ക്ലിയർ ചെയ്തിട്ട് കഴിഞ്ഞാൽ 2 ഗുണമാണ്. ഒന്ന് ബെൽറ്റ് അതിൻ്റെ ഫ്രീ ആയിട്ട് അതിൻ്റെ ഉള്ളിൽ മൂവ് ചെയ്യും. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിക്കപ്പ് കറക്റ്റായിട്ട് കിട്ടും. തന്നെയല്ല ഈ വീലുകൾക്കൊക്കെ വന്ന തേയ്മാനം ഒരു 90% നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. അത് ഓൾറെഡി നമുക്ക് ജനറൽ സർവീസിൽ ആഡ് ചെയ്തതുകൊണ്ട് ജനറൽ സർവീസിനകത്ത് തന്നെ ആ ചാർജിൽ തന്നെ നമുക്കിതൊക്കെ ചെയ്ത് പോയിക്കോളും കേട്ടോ. പിന്നെ ക്ലച്ച് ഔട്ടർ യൂണിറ്റാണ് അതിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്തിട്ടുള്ള പൊടിയൊക്കെയാണ് ഈ കിടക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനാക്കി സാൻഡ് പേപ്പറൊക്കെ ഇട്ടൊന്ന് പിടിച്ച് ക്ലിയർ ചെയ്തിട്ട് നമ്മൾ റീസെറ്റ് ആക്കിയിടാം. അത് പിന്നെയെന്ന് പറഞ്ഞാൽ കിക്കറിൻ്റെ വീലൊക്കെ ആയാലും നമുക്കൊന്ന് അഴിച്ച് ഗ്രീസിങ് നടത്തും. ഇതിൻ്റെ ഉള്ളിലും ആ ബെൽറ്റ് വർക്ക് ചെയ്തിട്ടുള്ള പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട് ക്ലച്ച് കവറിൻ്റെ ഉള്ളിൽ. അതും നമുക്ക് എയറടിച്ച് ക്ലീനൊക്കെ ആക്കി റീസെറ്റ് ചെയ്യാം നമുക്ക്. പിന്നെ ഉള്ളത് നമുക്ക് അതിൻ്റെ ചോക്കിൻ്റെ കേബിള്, ആക്സിലേറ്ററിൻ്റെ കേബിള്, ഓപ്പറേറ്റിംഗ് ചെക്കപ്പാണ്. അത് നിലവിൽ ചോക്ക് കേബിളൊക്കെ വർക്ക് ചെയ്യുന്നതിന് വേറെ പ്രോബ്ലം ഒന്നുമില്ല. ആക്സിലേറ്റർ കേബിളായാലും വേറെ കംപ്ലൈൻറ്റ് എന്ന് പറയാനൊന്നുമില്ല. ചെറിയൊരു ടൈറ്റ് തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒന്നും ചെയ്യേണ്ട. പിന്നെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്ത് ഓയിൽ ലീക്കിൻ്റെ കേസൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ലീക്കേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഗ്യാസ്കറ്റ് റബ്ബറും മൗണ്ട് റബ്ബറും മാറ്റി കഴിഞ്ഞാൽ ഗ്യാസ്കറ്റിൻ്റെ ബീഡിങ് ഗ്യാസ്കറ്റും റബ്ബറും മാറ്റി അത് ഓക്കെ ആയിട്ട് നിന്നോളും, വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ അതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ ഇതാണ്. എഞ്ചിൻ റൂമൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെളി കാര്യങ്ങളുണ്ട് അതിൻ്റെ ഉള്ളിൽ. വാട്ടർ സർവീസ് ഒന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ ഇതേപോലെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും അഴിക്കുന്ന സമയത്തൊക്കെ ഒന്ന് ഈ രീതിയിൽ തന്നെ ഓപ്പണായിട്ടൊക്കെ ഒന്ന് കഴിയുമ്പോൾ ഉള്ളിലത്തെ ആകുമ്പോൾ നമുക്ക് പുറമേ നിന്ന് നോക്കി നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. ബോഡി കവറിങ് ചെയ്താണ് കൊണ്ടുവന്ന് കേട്ടോ. വാട്ടർ സർവീസ് ഓൾറെഡി പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നമ്മൾ അതിനകത്ത് ഉൾപ്പെടുത്തുന്നില്ല. എസ്റ്റിമേറ്റിനകത്ത് തൽക്കാലം അത് ഉൾപ്പെടുത്തുന്നില്ല, നോക്കിയിട്ട് പറഞ്ഞാൽ മതി. പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് സസ്പെൻഷൻ ലിങ്ക് ടൈപ്പ് സസ്പെൻഷൻ നമുക്ക് ഫ്രണ്ടിൽ വരാം. അപ്പോൾ അതൊക്കെ ഒന്ന് അഴിച്ച് നമ്മൾ ഗ്രീസിങ് നടത്തുന്നുണ്ട്. ഈ കുഷ്യൻ അസംബ്ലിയുടെ ഈ ബുഷുകൾ നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് ഇടുന്നുണ്ട്. കാരണം വെച്ചാൽ അത് ഡയറക്റ്റ് നമ്മുടെ റോട്ടിൽ നിന്ന് വന്ന ആ ഷെയ്ക്ക് മൊത്തം എടുക്കുന്നത് ഈ ടൈപ്പ് ബുഷാണ്. ശരിക്കും റബ്ബർ ടൈപ്പാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ സൈഡ് ഓവലായി പോകുന്ന സംഭവമുണ്ട്. അത് ഇവിടെ നോക്കുമ്പോൾ അറിയാം ഈ ബുഷിന് വന്ന തേയ്മാനങ്ങൾ.
ഈ 2 ബുഷുകൾ ഈ യൂണിറ്റ് ഇങ്ങനെയാണ് വന്നത് ഇതിനകത്ത് കേട്ടോ. അപ്പോൾ അത് ഒന്ന് ചേഞ്ച് ചെയ്തിടാം. പിന്നെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ലൈനറൊക്കെ ചെക്ക് ചെയ്യുമ്പോഴും ലൈനറൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് കയറ്റിയാൽ മതി. പിന്നെ അതിൻ്റെ മീറ്ററിൻ്റെ കേബിൾ ഉണ്ടല്ലോ, ഇവിടെ ശരിക്കും നല്ല ടൈറ്റ് കാണിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ അത് മീറ്റർ വർക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു കരകരാകുന്ന സൗണ്ട് വരുന്നുണ്ട്. അത് ആ കേബിൾ ടൈറ്റ് ആയേക്കണേനെയാണ്. കേബിളൊന്ന് മാറ്റിയിട്ട് നോക്കാം. കേബിളും മീറ്ററും പ്രശ്നം വന്നാലും സെയിം പ്രോബ്ലമാണ്, സെയിം ലക്ഷണമാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ തൽക്കാലം നമുക്കൊന്ന് കേബിൾ മാറ്റിയിട്ടിട്ട് നോക്കാം. എന്തായാലും കേബിൾ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ പൊട്ടുന്ന കണ്ടീഷനാണ് ഇപ്പോൾ ടൈറ്റ്, അത്രയും ടൈറ്റ് കാണിക്കുന്നുണ്ട് ഇതിനകത്ത് കേട്ടോ. പിന്നെ ബാറ്ററിയുടെ കണ്ടീഷൻ നമ്മൾ നോക്കുന്നുണ്ട്. ഇതും ഇരിക്കുന്നത് ആമറോണിൻ്റെ ബാറ്ററിയാണ്, 5 ആമ്പിയറിൻ്റെ 12 വോൾട്ടിൻ്റെ ബാറ്ററിയാണ് ഇതും ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ വാറണ്ടി പീരീഡിലുള്ള ബാറ്ററി ആണെങ്കിൽ കൂടി നമുക്ക് സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ ബാറ്ററി ടെസ്റ്റും കൂടി നടത്തി വിടുന്നുണ്ട്. വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ 12.87 റേഞ്ചിൽ കിട്ടുന്നുണ്ട്. ബാറ്ററി ടെസ്റ്റ് മോഡിലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് അതിൻ്റെ സ്റ്റാറ്റസ് ഇവിടെ കാണിക്കും. നിലവിൽ ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ, വേറെ പ്രോബ്ലം ഒന്നുമില്ല. നിലവിൽ പുതിയ ബാറ്ററിയാണ്, വലിയ പഴക്കമായിട്ടില്ല. എങ്കിൽ കൂടി സർവീസിനകത്ത് ഉള്ളത് കൊണ്ട് നമ്മൾ അതിനകത്ത് ഉൾപ്പെടുത്തിയെന്നുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് വണ്ടിയുടെ എഞ്ചിൻ്റെ വലതുഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും സ്പാർക്ക് പ്ലഗിൻ്റെ ഭാഗം നമ്മളൊന്ന് അഴിച്ചു നോക്കുന്നുണ്ട്. ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് കിട്ടാൽ മതി. എനിക്കൊന്നും വലിയ പഴക്കമായിട്ടില്ല. പ്ലഗ് പുതിയ പ്ലഗാണ്. അപ്പോൾ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് നമുക്കൊന്ന് റീസെറ്റ് ചെയ്ത് കയറ്റാം. പിന്നെ അതിൻ്റെ എയർ സെക്കൻഡറി ഫിൽറ്റർ എന്ന് പറയുന്ന യൂണിറ്റാണത്. അതൊരു ഫോം ടൈപ്പ് ഫിൽറ്ററാണ്. അത് എഞ്ചിൻ റൂമിൻ്റെ ഉള്ളിൽ ലൊക്കേഷൻ വന്നത് ഈ ഭാഗത്തായിട്ടാണ്. അപ്പോൾ അതൊന്നും നമ്മൾ അഴിച്ച് ഇടയ്ക്ക് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് അഴിച്ച് നോക്കുന്ന സമയത്ത് അത് ഓൾറെഡി പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റിയിടാം. ഏകദേശം ഒരു 50 രൂപ താഴേക്കാണ് നമുക്ക് അതിന് കോസ്റ്റ് വരുള്ളൂ. പിന്നെ ഓയിൽ ലെവൽ കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നല്ല ഓയിലാണ് ഇതിനകത്ത് കിടക്കുന്നത് കേട്ടോ. എഞ്ചിൻ ഓയിൽ മാറ്റാറൊന്നും ആയിട്ടില്ല. വലിയ പഴക്കം തോന്നണില്ല ഓയിലുണ്ട്. കളറൊന്നും കാര്യമായിട്ട് മാറിയിട്ടില്ല. അപ്പോൾ നിലവിൽ നമുക്ക് അതിൻ്റെ ബാക്കിയത്തെ അത്യാവശ്യം വേണ്ട ഭാഗങ്ങൾ ഞാനപ്പോൾ ജസ്റ്റ് നമുക്ക് മാറ്റേണ്ടി വരുന്ന പാർട്സുകൾ ഒന്നും കൂടിയും ഒന്ന് പറയാം. ഒന്ന് നമുക്ക് ഈ എയർ സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് നമുക്കൊന്ന് മാറ്റിയിടാൻ്റെ. പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഗ്രീൻ ബുഷാണ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത്. പിന്നെ കേബിളുകളായിട്ട് നമുക്ക് മാറ്റേണ്ടി വരുന്നത് ബ്രേക്കിൻ്റെ ലെഫ്റ്റ് സൈഡിലെ ഹാൻഡിൽ ബ്രേക്ക് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒരെണ്ണം ബാക്കിലേക്കുള്ള കേബിളും കൊണ്ട് ഒരെണ്ണം ഫ്രണ്ടിലേക്കുള്ള കേബിളും. അപ്പോൾ അങ്ങനെ ആ 2 കേബിൾ മാറണം. സ്പീഡോമീറ്ററിൻ്റെ കേബിൾ മാറ്റിയിടാൻ്റെ. പിന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും എയർ ഫിൽറ്റർ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട കിലോമീറ്റർ ആയിട്ടുണ്ട്. പിന്നെ ക്ലച്ചിനകത്ത് വരുമ്പോൾ ആ പിന്നുകളൊക്കെയാണ് മാത്രമേ നമുക്ക് വന്നുള്ളൂ. അപ്പോൾ അത്രയും വർക്കാണ് നമുക്ക് മെയിനായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ജനറൽ സർവീസിൽ വരാത്ത വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്കിൻ്റെ കേബിളുകൾ വന്നത് നമുക്ക് അഡീഷണൽ വർക്കായിട്ട് വരാം. അപ്പോൾ ഞാൻ അതിന് നോക്കിയിട്ട് അതിൻ്റെ എസ്റ്റിമേറ്റ് ഉൾപ്പെടുത്തിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിടാം. അപ്പോൾ നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇടണം കേട്ടോ.